ഓ ഒന്ന് കഴിഞ്ഞ് എന്തൊരു ബോറ് ക്ലാസ് അല്ലേ? അതെ. ഓ വല്ല അമ്പാനിയുടെ കൊച്ചുമോളായിട്ട് അങ്ങനെ ജനിച്ചാ മതിയായിരുന്നു. എങ്കിൽ പിന്നെ ഇതൊന്നും അറിയണ്ടായിരുന്നല്ലോ. ആഹാ, ചില്ലറ ആഗ്രഹമൊന്നും അല്ലല്ലോ മോൾക്ക്. വാ, ഇപ്പൊ നമുക്ക് ക്യാൻറ്റീനിൽ പോയി 2 ചായ കുടിക്കാം. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം അമ്പാനിയുടെ കൊച്ചുമോളാകണോ വേണ്ടെന്ന്. ഗൗരി നീ വരുന്നില്ലേ? ഇല്ലടി, നിങ്ങൾ പോയിട്ട് വാ. എനിക്കൊന്ന് ലൈബ്രറി പോണം. ഞാൻ ബുക്ക് എടുത്തിട്ട് കുറച്ച് ഡേ ആയി. ഇനി വെച്ചില്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. നിങ്ങൾ ചെല്ലേ, ഞാൻ പോയി വെച്ചിട്ട് വരാം. നിനക്ക് ഈ ബുക്ക് വായിച്ച് ബോറടിക്കുന്നില്ലേ? ഞാനൊക്കെ പഠിക്കുന്ന ടെക്സ്റ്റ് പോലും തുറന്നു നോക്കുന്നില്ല. എന്റെ കർത്താവേ. എന്റെ സൂസ, അതിനാദ്യം ഇതൊന്ന് വായിച്ചു നോക്കണം, എന്നാലേ മനസ്സിലാകും ഇതിന്റെ ത്രില്ല് എന്താണെന്ന്. ഓ പിന്നെ ഇനി അതിന്റെയും കൂടെ കുറവുള്ളു. ചെല്ല് നീ പൊക്കോ. നീ പോയി ഈ ബുക്ക് വെച്ചിട്ട് വാ. ഞാൻ 2 ഡേ കഴിഞ്ഞ എന്തോ ഫംഗ്ഷൻ ആണെന്ന് മുണ്ടെടുത്തോണ്ട് വരാനാ പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പില്. മുണ്ടാ? എനിക്കൊന്നും വയ്യ, അതും ഈ മഴക്കാലത്ത്. ആടാ, സ്ട്രിക്റ്റ് ഓർഡറാ. എന്താ പെൺപിള്ളേർക്ക് സാരിയും ആൺപിള്ളേർക്ക് മുണ്ടും. പുല്ല്. എന്തായാലും വാ, പോയി 2 ചായ കുടിച്ചിട്ട് വരാം. ശ്രീ നീ വരുന്നില്ലേ? വാടാ, ചായ കുടിച്ചിട്ട് വരാം. എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോണം. എനിക്കിതാ ബുക്ക് വെക്കുന്നത് ക്ലാസ് ഡേറ്റ്. നിങ്ങൾ പോയിട്ട് വാ. എന്റെ പൊന്ന് ശ്രീ, എന്ത് ഭ്രാന്താടാ നിനക്ക് ബുക്കിനോട്? ഇതിനു മാത്രം എന്താടാ ഇതിലുള്ളത്? அதுக்கு முதல்ல இந்த நோவல் ரீட் பண்ணி பார்க்கணும். அதுக்கப்புறம் தான் தெரியும் இதோட வைபு என்னன்னு. யார்கிட்ட சொல்றது? നിനക്കൊക്കെ ഫാൻ ഫിക്ഷൻ സ്റ്റോറിയെ പറ്റും. കുറെ റൊമാൻസും വായിച്ചുകൊണ്ടിരുന്നു. നീ എങ്ങനെ അൺറൊമാറ്റിക് മൂരാച്ച് ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടാ, ആദ്യം നീ ഈ FF ഫാൻ ഫിക്ഷൻ സ്റ്റോറിയും ഒക്കെ ഒന്ന് കണ്ടു നോക്ക്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വായിക്ക്. മനസ്സിൽ ലഡു പൊട്ടോടാ, ലഡു. എങ്കിൽ നീ അവിടെ പൊട്ടിച്ചോണ്ടിരുന്നു, ഞാൻ പോകുക. ഓ, ഈ കരിങ്കല്ലിന് എങ്ങനാടാ ഒന്ന് കുലുക്കുന്നേ? ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. എടാ, പണ്ട് മാമുനിമാരൊക്കെ പെണ്ണിന്റെ കണ്ണിന് അമ്പ് കൊണ്ട് വീണ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് മാമുനി, ഇത് ശ്രീ. ഇവനെ വീഴ്ത്താൻ ഇത്തിരി പാടുപെടും. പട്ടി തവില തവില ചുടൽ ബന്ദി വയ്ക്കും അവലെ മവലെ അടിച്ചുമുക്കി പോട്ട മയില മയില എന്ന മായ തെരിയേ വലയ പട്ടി തവില തവില ചുടൽ ബന്ദി വയ്ക്കും അവലെ മവലെ അടിച്ചുമുക്കി പോട്ട മയില മയില എന്ന മായ തെരിയേ. எங்க பார்த்து நடக்கல நீ? கண்ணு தெரியல உனக்கு? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തെങ്കിലും പറ്റിയോ? മനുഷ്യന്റെ മേലെ കയറി കിടന്നിട്ട് എന്തെങ്കിലും പറ്റിയോന്നു? എഴുന്നേക്കടി മേലെന്ന്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ ഇവിടെ? ലൈബ്രറിയിലോ കുറച്ച് തുണി അലക്കാൻ വന്നതാ. എന്തേ? എന്തൊരു സാധന ഇത്! കൈ മുറിഞ്ഞിരിക്കുന്നു. അയ്യോ, കാണിച്ചേ. വീട്ടിൽ കഴിയുന്നു. അത് ഇപ്പോ വീണപ്പഴങ്ങാനും മുറിഞ്ഞതാവും. നോക്കട്ടെ, കാണിക്കേ. ബ്ലഡ് വരുന്ന കണ്ടില്ലേ? ദേ, ആ കബോർഡിൽ ഡ്രസ് ചെയ്യാനുള്ള തിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നിക്ക്, ഞാൻ എടുത്തിട്ട് വരാം. ഓ, ഇവളെ കൊണ്ട് ഏത് നേരത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അവന്മാരുടെ കൂടെ ക്യാൻറ്റീനിലെങ്ങാനും പോയാൽ മതിയായിരുന്നു. കാണിച്ചേ. ഉങ്ങിട്ട് ഞാൻ ചൊല്ലിട്ടല്ലേ പ്രശ്നം ഏതും ഇല്ലെന്ന്. പിന്നെ എതുക്ക് എന്ത് തേവയില്ലാത്ത വിഷയം? അത് ഞാൻ കാരണല്ലേ വീണ. കൈ കാണിക്കേ. Forever.
നോക്കൂടെ മര്യാദക്ക്? ഈശ്വര, ഈ കാണ്ടാമൃഗത്തിനെ പ്രേമിക്കുന്ന പോലെ ഇങ്ങനെ ഞാനൊന്ന് അഭിനയിക്കുക. പിശാച്. ഹേ രോഹിത്, Hey babe, I really missed you. നമുക്കൊന്ന് കൂടണ്ടേ? ഓ രോഹിത് ബേബി, നീ എപ്പോഴാ വന്ന സസ്പെൻഷനൊക്കെ കഴിഞ്ഞ്? നിന്റെ ആ ശ്രീദേവ് കൃഷ്ണ കാരണമാ ഇങ്ങനൊരു പണി എനിക്ക് കിട്ടിയത്. അവനെ ഞാൻ വെറുതെ വിടില്ല. രോഹിത്, ശ്രീക്കിട്ടുള്ളൊരു പണിയും എന്റെ കയ്യിലുണ്ട്. വാട്ട്? ആർ യു ക്രേസി? സാക്ഷാൽ ജെനി തോമസ് ഐസക് തന്നെയാണോ ഈ പറയുന്നത്? അവനെ കിട്ടാത്തന്റെ ചൂട് മാറ്റാൻ അല്ലടി മോളെ നീ എന്റെ അടുത്ത് കയറുന്നത്. എന്താടി അവനോടുള്ളതിന്റെ ക്രൈസ് ഒക്കെ പോയോ? Shut up, രോഹിത്. അവനോടവന്റെ ക്രേസ് ഇതുവരെ പോയിട്ടില്ല, ഇനി പോകത്തുമില്ല. നിന്നെ കൊണ്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റോ ഇല്ലയോ എനിക്കതറിഞ്ഞാ മതി. ഓ കൂൾ യാർ. ഓക്കെ ഫൈൻ. എന്ത് ഹെൽപ്പാ നിനക്ക് വേണ്ടേ? ഇപ്പൊ പറയുന്ന കാര്യം കേട്ട എന്നേക്ക് കൂടുതൽ ഹാപ്പി ആവുന്ന നീയായിരിക്കും. ബിക്കോസ് സ്ത്രീക്കിട്ടും പണി കൊടുക്കാൻ നിൽക്കുമല്ലേ നീ. ഇതാവുമ്പോ നിനക്ക് സ്ത്രീക്കിട്ടും പണി കൊടുക്കാം, എനിക്ക് അവക്കിട്ടും പണി കൊടുക്കാം. അവളോ? ഏതവള്? നീ എന്തൊക്കെയാ പറയുന്നേ? അത് സ്ത്രീക്ക് ലവറുണ്ട്. വാട്ട്? നീ ശ്രീദേവിന്റെ കാര്യം തന്നെയാണോ പറയുന്നേ? നോ വേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവൻ എന്റെ അടുത്ത് പറഞ്ഞു അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് മാത്രല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരുടെ ലൈബ്രറിയിൽ കയ്യും പിടിച്ചിരുന്ന് സംസാരിക്കുക. എനിക്കിതൊക്കെ കണ്ടിട്ട് വട്ടപ്പെട്ടിട്ടുന്നുണ്ട്. നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അവൾ എന്താ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക്. ഓ വാവ്, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. മതി, ഇത് മതി. അവളുടെ കാര്യം ഞാൻ ഏറ്റു. ശ്രീധർ കൃഷ്ണ, നീ റെഡിയായിട്ടിരുന്നോ? നിനക്കിട്ടുള്ളൊരു പണി ഞാൻ തരുന്നുണ്ട്. നീ തീർന്നെടുക്കുകയല്ലേ. ഒരിക്കലും മറക്കാനും മായ്ക്കാൻ പറ്റാത്തൊരു സമ്മാനം ഉടനെ നിനക്ക് ഞാൻ തരുന്നുണ്ട്. നിനക്ക് എന്റെ സ്ത്രീയെ തന്നെ വേണമല്ലേ? നീ റെഡിയായിട്ടിരുന്നോ? എടി, നിങ്ങൾ അറിഞ്ഞോ 2 ഇട കഴിഞ്ഞ് എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന്? സാരി എടുത്തോണ്ട് വരാനാ പറഞ്ഞിരിക്കുന്നത്. എന്ത് സാരിയോ? അതോ ഈ മഴയത്ത്? ശ്ശോ, എന്തൊരു കഷ്ടമാണ്. ആടി, ഇനി അതിന്റെ കൂടെ ഒരു കുറവും കൂടെ ഉള്ളു. എന്തിനാവട്ടെ. ഗൗരി, നീ ചേട്ടനെ കണ്ടായിരുന്നോ? ഏത് ചേട്ടനെ? ഓ എടി, നിന്റെ സീനിയർ ലവറിനെ. നീ മിണ്ടാണ്ട് പൊക്കോ. ഒരു സീനിയർ ലവർ നിന്റെ കീഴിലായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. നീ എന്താ ഞങ്ങൾ ഒന്നിപ്പിക്കാൻ നടക്കുവാണോ? അതെങ്ങനെ മനസ്സിലായി? എന്തോന്ന്? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. നിന്റെ മനസ്സിൽ എന്താ ഓടുന്നെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ആ കാണ്ടാമൃഗത്തിനോട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്ന് അറിയാനല്ലേ കാണിക്കുന്ന നീ. എങ്കിൽ കേട്ടോ, എനിക്ക് ആ പിശാചിനോട് ഒന്നുമില്ല. കുറെ പ്രേമ കമ്മിറ്റിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ, സമാധാനായല്ലോ. വാ, എനിക്ക് പോവാ. അങ്ങനെ അല്ലടി സൂസ. എടി കുരിപ്പേ, നിന്റെ ഒരു കോക്കാച്ചി പിടിച്ച കുരുട്ട ഐഡിയ കൊണ്ടാ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. എന്നിട്ട് ഇനി നിനക്ക് അവർ ഒന്നിപ്പിയും കൂടി വേണമല്ലേ? അങ്ങയുടെ മുമ്പിൽ എങ്ങനെ ചെന്ന് കയറി കൊടുക്കിതും പറഞ്ഞ് അവരുടെ പിന്നാലെ ഇതും പറഞ്ഞ് നടക്കുന്നതില്ലേ വെള്ളത്തിൽ വരച്ച വര പോലെയാ. അതുകൊണ്ട് മോള് ഈ പരിപ്പ് ഈ കലത്തിൽ വേവിക്കാൻ നോക്കണ്ട. സുമോ,
എന്താണ് സുസമ്മേ ഒരു മൈൻഡില്ലാത്തത്? അത് ഞാൻ കണ്ടില്ലായിരുന്നു. സാരി കൊടുത്തിട്ട് നല്ല രസമുണ്ടോ കാണാൻ? എന്തോന്ന്? അളിയാ, അല്ല എല്ലാരെയും നല്ല രസമുണ്ട് കാണാനെന്ന് പറഞ്ഞതാ. അത് വിട്. ഗൗരി എവിടെ? അവളെ നോട്ട്സ് സബ്മിറ്റ് ചെയ്യാൻ പോയിക്കോ. എന്ത് പറ്റി ചേട്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങളൊരു കാര്യം പറയാൻ വന്നായിരുന്നു. വേറൊന്നുമല്ല, ശ്രീയുടെയും ഗൗരിയുടെയും തന്നെയാ. ഞങ്ങള് കുറച്ച് പ്ലാനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവരത് സമ്മതിക്കുമെന്ന് അറിയില്ല. അത് സാരില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുറച്ച് ഹെൽപ്പൊക്കെ ഞങ്ങൾക്ക് വേണം. ഓ അതായിരുന്നോ? അത് ഞങ്ങൾ ഏറ്റു. ക്യാൻറ്റീൻ, ലൈബ്രറി, കോളേജിന്റെ പുറത്ത്, ബസ് സ്റ്റോപ്പ്, ഇവിടെയൊക്കെ വെച്ച് ഞങ്ങൾ കുറച്ച് പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വേറൊന്നും വേണ്ട, ഞങ്ങൾ പറയുമ്പോൾ ഗൗരീനെ അങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവന്നാ മതി. അത്രയുള്ളൂ. ഇതൊക്കെ എന്ത്? ഞങ്ങൾ ഏറ്റു ചേട്ടന്മാര്. എപ്പാണെങ്കിലും ഒന്ന് വിളിച്ചാ മാത്രം മതി. അപ്പൊ ശരി പിള്ളേരെ, നിങ്ങൾ വെക്കോ. സുസമ്മോ, ടാറ്റാ. കൽപ്പര കക്ഷിയല്ല, നിന്ന് കുണുങ്ങാണ്ട് ഇങ്ങോട്ട് വാടാ. എവിടെ? അവളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അതിനു മുൻപ് അവിടെ ശ്രീയുടെ പുറമെ നടക്കാൻ പാടില്ല. എത്രയും വേഗം തന്നെ നീ അവർക്ക് പണി കൊടുക്കണം. യെസ് ബേബി, ഒന്നൊന്നര പണി തന്നെ കുത്തുക്കും ഞാൻ. ഇവർക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന നിനക്ക് വേണ്ടി മാത്രമല്ല, അവനെ ഞാൻ തീർക്കും. നീ വാ, കാണിച്ച് താ എനിക്കവളെ. ഓ ഈ സാരിയെല്ലാം വാരി ചെട്ടിട്ടും എന്തൊരു പാടല്ലടി നടക്കാൻ. ഓ സത്യമാടി, എനിക്ക് ഒരു പോകുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്. ആ ഗൗരി, നിന്റെ രേവതിനെ വിളിച്ചായിരുന്നു. ഞാൻ പറയാൻ മറന്നുപോയി. അയ്യോ ഞാനത് മറന്നുപോയടി. മാം രാവിലെ എന്റെ അടുത്ത് വരാൻ പറഞ്ഞതായിരുന്നു. ഓ നിങ്ങളെങ്കിൽ ചെല്ലേ, ഞാൻ മാമിനെ കണ്ടിട്ട് വരാം. ആ ശരി ശരി, നീ ചെല്ല്. എടി, ഞങ്ങൾ സ്റ്റേജിലുണ്ടാവും കേട്ടോ, നീ അങ്ങോട്ട് വന്നാ മതി. രോഹിത്, ദാദാ, അവളാ ഞാൻ പറഞ്ഞ പെണ്ണ്, ഗൗരി ദാസ്. What? Oh my god. She's damn crazy. What a body. Wow. രോഹിത്, നീ എന്ത് അവളെ കണ്ടിട്ടൊന്ന് പറയാതെ? What a body, yaar. എന്റെ അമ്മോ, എന്ത് ഹോട്ടായിട്ടാ കാണാൻ. എന്തൊരു സ്ട്രക്ചർ. ഇത്രയും ഭംഗിയുള്ളൊരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വാവ്, സെക്സി ബോഡി. അവളുടെ മഹിമ വർണ്ണിക്കാനല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, അവക്കിട്ട് പണി കൊടുക്കാനാ. ഓ ജെനി ഡാർലിംഗ്, പ്ലാനിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തുക. ഇവളെ ഒരു നൈറ്റിന് വേണ്ടിയല്ല, എനിക്ക് മടുക്കുന്നത് വരെ ഇവളെ എനിക്ക് വേണം. വാട്ട്? ഓക്കെ, അതെന്ത് വേണേലും ആയിക്കോട്ടെ. നീ അവളെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചു. പക്ഷേ അവൾ ഇനി ശ്രീയുടെ പിന്നാലെ വരാൻ പാടില്ല. എനിക്കത് മാത്രം മതി. ഓഫ് കോഴ്സ്, അതിപ്പോ നിന്നേക്കാൾ ഏറെ ആവശ്യം എനിക്ക്. അവളെ കടിച്ച് തിന്നാൻ തോന്നും എനിക്ക്. താമസിയാതെ ഞാൻ അവളെ എന്റേതാക്കും. പക്ഷേ ശ്രീ, അവനെ നിനക്കറിയാലോ. പറഞ്ഞു തരണ്ടല്ലോ ഞാൻ നിനക്ക്. അവനൊരു സൂചന പോലും ഉണ്ടാവരുത്. അതൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. അവളുടെ ആ സെക്സി ബോഡി എനിക്കുള്ളതാ. ശ്രീദേവ് കൃഷ്ണ, നീ കാത്തിരുന്നോ? നീ കരയും, നിന്നെ ഞാൻ കരയിക്കും.